ഞാൻ സാറിന് പറയാറുണ്ട്, ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിലായിരിക്കണം, ലൈഫിൻ്റെ ബെസ്റ്റ് ദൈവത്തിലായിരിക്കണം. ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ബെസ്റ്റ് ടൈം ഓഫ് അവർ ലൈഫ്. ലൈഫിന് പൊതുവെ 4 സ്പാനാണ് പറയുക. ഏതൊക്കെയാ? എൻ പ്രയാണ കാലം, പാടുന്ന പാട്ടുണ്ട്, എൻ പ്രയാണ കാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം, ഞാൻ പറന്ന് വേഗം പ്രിയനോട് ചേരും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫ് എല്ലാം കേൾക്കാമല്ലോ അല്ലേ? ജീവിതത്തിൻ്റെ ലൈഫ് സ്പാൻ 4ആണ്. 4 ഏതൊക്കെയാ? ബാല്യം, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം. നമ്മൾ വേണേൽ ഇച്ചൂടൊക്കെ തെറ്റാം. ബാല്യമുണ്ട്, പിന്നെ യൗവനം, ആ ഒരു മധ്യവയസ്സിൻ്റെ ഒരു പ്രായം. എന്നാലും ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം ഏതാ? യൗവനമാണ്. ഇഫ് യു ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോഡ്, ഗോഡ് ടേക്ക് റെസ്റ്റ്. നമ്മുടെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കാമെങ്കിൽ നമ്മുടെ റെസ്റ്റ് ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും. എല്ലാവരും പറഞ്ഞേ, ബെസ്റ്റ് ദൈവത്തിന് കൊടുത്താൽ റെസ്റ്റ് ദൈവം നോക്കും. എന്നൂടെ പറഞ്ഞേ, ബെസ്റ്റ് ദൈവത്തിന് കൊടുത്താൽ റെസ്റ്റ് ദൈവം നോക്കും. എന്നാലും സങ്കടം തോന്നാറുണ്ട്. ബെസ്റ്റ് എല്ലാവരും ലോകത്തിന് കൊടുക്കും, ബെസ്റ്റ് എല്ലാവരും അടിച്ചു പൊളിക്കും. എന്നിട്ട് ഈ റെസ്റ്റിൽ അവസാനം ICU കിടക്കുമ്പം തമ്പുരാനെ വിളിക്കുന്ന വിളിയുണ്ട്. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാം, പാസ്റ്ററെ മുഴുവൻ രൂപ ഇറങ്ങി വന്നിട്ട് വേണം ട്രാക്ട് കൊടുക്കാൻ പോകാൻ, നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വിലയാണ്. ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കും, കർത്താവെ ഗതികേട് എനിക്ക് ഉണ്ടാകില്ല, കാരണം ഇങ്ങനെ കൂടെ കൊണ്ടുപോകണ്ടേ. എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്ത പുള്ളിയെ കൊണ്ട് നമ്മൾ ചുമ്മിക്കൊണ്ട് എവിടെ പോകാനാ? ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണേ. ഏത് പ്രായത്തിലും കർത്താവിൻ്റെ അടുത്ത് വരാം, അത് മറ്റൊരു കാര്യം. പക്ഷെ ബെസ്റ്റ് ആർക്കുള്ളതാ? ദൈവം. എല്ലാവരും പറഞ്ഞേ, ബെസ്റ്റ് ആർക്കുള്ളതാ? ദൈവത്തിനാണ്. ലൈഫിൻ്റെ ബെസ്റ്റ് ദൈവത്തിനാണ്. അതാണ് യൗവനം എന്ന് പറയുക. പക്ഷേ ഇന്ന് പലപ്പോഴും യൗവനം, അതുകൊണ്ടാണ് യൗവനം മായയാണ്. ആ യൗവനം മായയാണെന്ന് തിരിച്ചറിഞ്ഞത് ആരാണ്? ശലോമോന. പുള്ളിക്കും പ്രായമായിപ്പോയപ്പോൾ അതറിഞ്ഞ്. പുള്ളി നല്ല യൗവനത്തിൽ എഴുതിയാണെന്നാണ് പറയുന്നത് ഉത്തമഗീതം. തിളയ്ക്കുന്ന യൗവനമായിരുന്നു. എൻ്റെ കാന്തേ, എൻ്റെ പ്രേമേ, പ്രണയത്തിൻ്റെ ആളായിരുന്നു അല്ലേ? പ്രണയത്തിൻ്റെ ആളായിരുന്നു ശലോമോൻ. കുറച്ചുകൂടെ യൗവനം കഴിഞ്ഞപ്പം പുള്ളി എഴുതി സദൃശവാക്യം. ചാകാറായപ്പോൾ എഴുതി സഭാപ്രസംഗം. അന്ന് പുള്ളിക്ക് എത്തിയൊരു തിരിച്ചറിവുണ്ട്, ആ മായ സകലതും മായ, എല്ലാം മായ. പക്ഷെ തിരിച്ചറിയാൻ കുറേ സമയം എടുക്കത്തില്ലേ? നമ്മുടെ ഒരു കസിൻ പയ്യൻ പ്രേമിച്ച് കെട്ടുകയാണ്. കെട്ടുന്നിടത്ത് അപ്പം പറഞ്ഞു, മോനെ കല്യാണമൊക്കെ വരിക, നല്ലപോലെ വേദോസ്തമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കണേ. ഞാൻ വായിക്കുന്നുണ്ടെന്ന്. പുള്ളി ചോദിച്ചു, ഏതാ ഇപ്പം വായിച്ച് ധ്യാനിക്കുന്ന ഭാഗം ഏതാ? എൻ്റെ പൊന്നു പപ്പ, അമ്മ ഭയങ്കര രസികനാണ്. ഉത്തമഗീതം എന്നും ഞാൻ വായിച്ചിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. അച്ചായൻ പറഞ്ഞു, നല്ല കാര്യമാണ്, പക്ഷെ ഉത്തമഗീതം കഴിഞ്ഞൊരു വിലാപങ്ങളൂടെ വരുന്നുണ്ട്. ഉത്തമഗീതം കഴിയുന്ന വിലാപങ്ങൾ വരണം എന്നറിയുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രായം എടുക്കും. അപ്പം ജീവിതത്തിൻ്റെ ബെസ്റ്റ് ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. ശരിക്കും ശലോമോൻ ചിന്തിച്ചപ്പോഴും ബെസ്റ്റിലായിരിക്കാം ഉത്തമഗീതം. അതൊരു അടിപൊളി പ്രായമല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴായിരിക്കാം പക്വത വന്നു, സദൃശവാക്യം. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായത്, എല്ലാം എന്താണ്? മായ. പൊടി കൊണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് ചേരുകയും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പം ഭൂമിയുടെ കീഴിലുള്ള എല്ലാം മായ എന്നറിയുന്നതും മായ അല്ലാത്ത ഒന്നുണ്ടെന്നും അറിയാൻ മനുഷ്യരെല്ലാം ഇച്ചിരി വൈകും. എങ്കിലും ആ തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി പറയുകയാണ്, ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. എല്ലാവരും പറഞ്ഞ്, ബെസ്റ്റ് ആർക്കാ? ദൈവത്തിനാണ്. ബെസ്റ്റ് ദൈവത്തിന് കൊടുത്ത റെസ്റ്റ് ആര് നോക്കും? ദൈവം. ഒന്ന് ബെസ്റ്റ് ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആദി ദൈവം ഉണ്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ചു. എന്തുമൂലം? ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ് ത്രൂ ഹിസ് വേർഡ്. അതാണ് ജോൺ പറയുക. യോഹന്നാന്റെ സുവിശേഷകൻ പറയുന്നു, 4-ാം സുവിശേഷകൻ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ. അപ്പോൾ അതുകൊണ്ട് വചനമാണ് ആദിയിൽ സൃഷ്ടിച്ചതെല്ലാം വചനം മുഖാന്തര. നമ്മുടെ ഒരു സമൂഹത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു മലയാളി ക്രൈസ്തവ സമൂഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിന്, അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിന്. അക്ഷരാഭ്യാസം വായിക്കാൻ വേണ്ടി മാത്രം, വേദോസം വായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് എഴുത്തും വായനയും പഠിച്ചവരുണ്ട്. എന്നിട്ടും അവരാ ബൈബിളൊക്കെ. നമുക്ക് ഇന്ന് ഫോട്ടോ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. ഫോട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ഏറ്റവും നല്ല ക്യാമറ ക്ലാരിറ്റിയുള്ള, അല്ലേ? ക്ലാരിറ്റിയുള്ള ക്യാമറ ഉള്ള ഫോൺസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ക്യാമറകളുടെയൊക്കെ ആവശ്യം കുറവാണ്. അതിലും നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാലത്ത് ഫോട്ടോ ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. വല്ലപ്പോഴുമൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പച്ചനോടും അമ്മച്ചോടും പറയുകയാണ്, നാളെ ഫോട്ടോക്കാരായി വരുന്നുണ്ട്,
സ്റ്റുഡിയോക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ ചോദിക്കും, എന്തിനാ? അതിന് ഞങ്ങളിപ്പം ചാകുന്നില്ലല്ലോ, കൊല്ലാനാണോ ഫോട്ടോ? ഫോട്ടോ സമം മരിക്കാൻ നേരത്തെ എന്തോ എടുക്കുന്നേ? ഫോട്ടോ എടുക്കുക അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയാറുണ്ട്, നിന്നെ ഞാൻ ഭിത്തിയെ തേച്ച് വെക്കുക. ഭിത്തിയെ തേച്ച് വെക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നിന്നെ കൊന്ന് ഫോട്ടോ ആക്കി കെട്ടി തൂക്കുമെന്ന്, അതതിൻ്റെ അർത്ഥം. അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ വരുമെന്ന് പറയുമ്പോൾ അവർ റെഡിയായിട്ടൊക്കെ വരും. കയ്യിൽ വെള്ള ഷർട്ടും വെള്ള മുണ്ടും, അമ്മച്ചി ചട്ടയും മുണ്ടും ഒക്കെ കൊടുക്കും. രണ്ടുപേരുടെ കയ്യിൽ എന്ത് കാണും? ബൈബിള് കാണും. ബൈബിള് പിടിച്ചുകൊണ്ടായിരിക്കും ഫോട്ടോ എടുക്കുക. ബൈബിൾ എങ്ങനെ ആയിരിക്കും അവർ പിടിക്കുക? ഒന്ന് ബൈബിൾ അവർ പിടിക്കുന്ന പോലെ ഒന്ന് പിടിച്ച് ആ ഫോട്ടോ ഒരിക്കലും അങ്ങനെ സിസ്റ്റർക്കാണ് കറക്റ്റാണ്. ബൈബിള് പിടിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ പിടിച്ചിട്ടുള്ള ബൈബിള് പിടിച്ചിട്ടുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അവർ ഫോട്ടോ എടുക്കുക. അത് ഭയങ്കര അർത്ഥമാണ്. അവർ മാറോട് ചേർത്ത് പിടിച്ചൊരു കാര്യം എന്തായിരുന്നു? ദൈവത്തിൻ്റെ വചനമായിരുന്നു. മാറോട് ചേർത്ത് പിടിച്ചു, ലജ്ജയില്ലാതെ പിടിച്ചു. ലജ്ജയില്ലാതെ മാറോട് ചേർത്ത് ബൈബിൾ പിടിച്ചുകൊണ്ട് നടന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ആദി ദൈവത്തിന് കൊടുത്തു, ആദി ദൈവത്തിൻ്റെ വചനത്തിന് കൊടുത്തു. മൂന്നാമത്തെ കാര്യം, ആ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ശൂന്യമായിപ്പോയി. പക്ഷെ ദൈവം അതിനെ വെള്ളത്താൽ സൂക്ഷിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തിനെ പരിവർത്തിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. സ്പിരിറ്റ് വാസ് ഹവറിങ് ഓവർ ഇറ്റ്. പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചു. അപ്പോൾ അതിന് ഭൂമി പാഴി ശൂന്യമായിരുന്നത് ഫലപ്രദമായി. ഇറ്റ് വാസ് വോയിഡ് ആൻഡ് എം ടി, പക്ഷെ ദാറ്റ് ബിക്കെയിം ഫ്രൂട്ട്ഫുൾ. വോയിഡായിട്ടും എം ടി ആയിട്ടും ഇരുന്ന ഈ പ്രപഞ്ചം ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോഴാണ്. അപ്പം 3 കാര്യങ്ങൾക്ക് ദൈവമക്കൾ പ്രാധാന്യം കൊടുക്കണം. 1 എന്താണ്? ദൈവം. 2 ദൈവത്തിൻ്റെ വചനം. 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദൈവം, വചനം, പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം, വചനം, പരിശുദ്ധ. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ബാക്കി റെസ്റ്റ് എല്ലാവരും നോക്കും, ദൈവം നോക്കും. ഒന്ന് ബൈബിള് ചേർത്തൊന്ന് പിടിച്ച്, നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച്, ശരിക്കൊന്ന് പിടിച്ച്. ഈ വചനമല്ലേ നമ്മളെ നടത്തിയത്? ബൈബിള് ചേർത്ത് പിടിച്ച്. ലൈവിലൂടെ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബൈബിള് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, അത് വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വായിക്കണമെങ്കിൽ നിന്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന്. ആ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാണ്. അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്, അല്ലേ? ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അതിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനത്തോട് ആഭിമുഖ്യം ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പട്ടത്ത അല്ലെങ്കിൽ പാരമ്പര്യ സഭകളിൽ നിന്നൊക്കെ പുറത്തു വന്നതും കുറച്ചുകൂടെ ദൈവവചനത്തോട് വിശ്വസ്തതയും നീതിയും പുലർത്താൻ വേണ്ടിയാണ്. ദൈവവചനത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. ദൈവവചനത്തോട് കുറച്ചുകൂടെ, വചന സത്യങ്ങളിൽ കുറച്ചുകൂടെ, പാരമ്പര്യത്തെക്കാട്ടും കൂടുതൽ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പാരമ്പര്യ സഭകൾ പലപ്പോഴും വിട്ടുവരാനുള്ള കാരണം. എന്നിട്ട് അവിടെ ഭൂമി പാഴും ശൂന്യമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തു? 3ാമത് പ്രാധാന്യം കൊടുത്തിരുന്ന 1 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ്, അല്ലേ? പരിശുദ്ധാത്മാവിനും വചനത്തിനും പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് വചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ബൈബിളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ റാന്നി എന്ന് പറഞ്ഞല്ലോ. റാന്നിയിൽ സത്യത്തിൽ എൻ്റെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. ഇന്ന് ഞങ്ങൾക്കില്ലത്. ഇന്ന് അതിന് ആർക്കും താല്പര്യമില്ല. സ്നാനപ്പെടുന്നത് ആറ്റിൽ തന്നെ വേണമെന്ന് ശഠിച്ച ഒരാളാണ് ഞാൻ. ആറ്റിലെ സ്നാനപ്പെടാവും. അന്ന് 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള ആറ്റിൽ സ്നാനപ്പെട്ടാൽ മതി. പിന്നെ ഞങ്ങൾ മുറ്റത്ത് കുളമുണ്ട്. ഇപ്പം എല്ലാവർക്കും ആരും കാണാതെ ഇവിടെ സ്നാനപ്പെടണം കുളത്തിൽ. അതും ആരും കാണാൻ പാടില്ല. പക്ഷെ അന്ന് സ്നാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ ആറ്റിലോട്ടൊരു പോക്കുണ്ട്. ബൈബിൾ എങ്ങനെ ചെയ്യും? നെഞ്ചത്ത് പിടിക്കും. എന്നിട്ടൊരു പാട്ടും പാടിയാൽ പാടും ഞാൻ പരമേശന് സത്, എൻ്റെ പാപമെല്ലാം പോക്കിയതാൻ പാടും ഞാൻ പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. മാരിച്ചു ഞാൻ കല്ലറയിൽ
മരിച്ചു ഞാൻ കല്ലറയിലടക്കപ്പെട്ടവൻ കൂടെ മഹത്തമായി ജീവിച്ചിട മഹിമയിന അല്ലേ പാടും ഞാൻ പരമേശനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ അപ്പൊ ബൈബിള് പ്രാധാന്യം കൊടുക്കുക. ബൈബിള് ദൈവത്തിന്റെ വചനം. അതിലെ ഒരു പ്രബല കുടുംബത്തിൽപ്പെട്ടൊരു കുഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അവൻ റാന്നിയില്ല. അവൻ 4 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി റാന്നി കൂടി ഇങ്ങനെ നടന്ന് മാമയ്ക്ക് ഒന്ന് പറഞ്ഞ സ്ഥലത്തൂടെ, അത് പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ മനസ്സിലാകുന്നവരൂടെ ഉള്ളത് കൊണ്ട് നടന്ന് ബൈപ്പാസിൽ കൂടെ പോകും. ഒറ്റ കാര്യം ചെയ്തോളും, അയവിള് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് തിരിഞ്ഞ് കറങ്ങി വരും. ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനായി. എനിക്കിതേ സാക്ഷിയാകാൻ ഒക്കത്തുള്ളൂ. ബൈബിളും പിടിച്ചുകൊണ്ട് എങ്ങനെ നടന്നു അതിന് വിരുദ്ധമായൊരു നടത്തം, ബൈബിൾ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്. മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാണ്. ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, അതിലെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൻ്റെ പേരിലായിരുന്നു? ഈ സമൂഹം, വിശ്വാസ സമൂഹം ഏറെക്കുറെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൻ്റെ പേരിലാണ്? പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിൻ്റെ ഒരടയാളമായിരുന്നു എന്ത്? അന്യഭാഷാ ഭാഷണത്തിൻ്റെ പേരിലാണ് നമ്മളേറെ ആക്ഷേപിക്കപ്പെട്ടത്. അന്നേരം ഒത്തിരി പാട്ടുകളുണ്ടായിരുന്നു. പെന്തക്കോസിൽ ചേരണം, കപ്പയും മീനത്തിന്. കർത്താനദാസൻ പോൾ ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹം ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അത് വന്നിട്ടുണ്ടല്ലേ സാറപ്പം പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ സാറ് പറഞ്ഞ അന്ന് കപ്പയായിരുന്നു, ഇല്ലാത്തതുകൊണ്ടാണ് കപ്പ കഴിച്ചത്. കപ്പ എന്ന് പറഞ്ഞ സാധനത്തിന് വിലയില്ലായിരുന്നു, അത് സുലഭമായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ടപ്പിയൊക്കെ. അങ്ങനെ ആ പേര് കിട്ടിയെന്നറിയാമോ? സായിപ്പ് നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ അച്ചായൻ അതിൻ്റെ മൂട്ടിയിരിക്കുക. അപ്പം ചോദിച്ചു, ഇതെവിടാ അതിൻ്റെ ഫലം, ഇതെന്താ, വേർ ഇസ് ദ ഫ്രൂട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂട്ടി തപ്പി നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞു. തപ്പി നോക്കിയാൽ കിട്ടും, അങ്ങനെയാണ് പേര് കിട്ടിയത്. എന്താ? ടപ്പിയൊക്കെ. അപ്പം പക്ഷേ അന്ന് കപ്പയ്ക്ക് വിലയില്ലായിരുന്നു. ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിലും എന്തോ ഉണ്ട്? ടപ്പയൊക്കെ ഉണ്ട്. കല്യാണത്തിനൊക്കെ ഒരു ഡിഷുണ്ട്, ബൊഫയൊക്കെ ആണെങ്കിൽ കപ്പയാണ്. എന്തെല്ലാം വിഭവം? കപ്പ, പാൽക്കപ്പ, കണ്ട പാൽക്കപ്പ, മീന്, കപ്പ വാരി, കപ്പ ബോട്ടി എന്ന് വേണ്ട, കപ്പയ്ക്കാണ് പ്രാധാന്യം. വിലയില്ലാത്ത ഒന്നിനെ വെച്ച് കളിയാക്കിയതുകൊണ്ട് അതിനും എന്ത് കൂടിയെന്നാ? വില കൂടിയെന്ന് പോൾ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, അന്ന് കളിയാക്കി അന്യഭാഷയുടെ പേര്. അന്യഭാഷയെ പേരിലായിരുന്നു കളിയാക്കപ്പെട്ടു. ഇന്ന് നമ്മളെ അങ്ങനെ കളിയാക്കാൻ ഒക്കില്ല. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ് കരിസ്മാറ്റിക് നവീകരണങ്ങളൊക്കെ ലോകമെമ്പാടും ഉണ്ടാകും. അങ്ങനെ ഇന്ന് കരിസ്മാറ്റിക് നവീകരണങ്ങളെല്ലാം നമ്മുടെ പോട്ടയുടെ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ വന്നു. അപ്പോൾ കത്തോലിക്ക അച്ഛന്മാരും ധ്യാന ഗുരുക്കളും ഒക്കെ അവർക്ക് പെന്തക്കോസ്ത ധ്യാനത്തിൻ്റെ അന്ന് പരിശുദ്ധാത്മസ്നാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കും. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനൊരു കത്തോലിക്ക സെമിനാരിൽ പഠിച്ചാണ്. ഇന്ന് കേരളത്തിലെ പ്രശസ്തനായ ഒരു ധ്യാനഗുരു എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അന്യഭാഷ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് ഇന്ന് ഒരാളുടെയും കുത്തകയല്ല. കത്തോലിക്കർ എന്ത് പറയുന്നുണ്ട്? അന്യഭാഷ പറയും. ഞങ്ങളിവിടെയൊക്കെ മർത്തോമക്കാരുടെ നല്ല കൂട്ടായ്മകളുണ്ട്, പള്ളിയല്ല, കൂട്ടായ്മകൾ. ആ കൂട്ടായ്മകളിൽ അവരെന്തുണ്ട്? കൃപാവര ശുശ്രൂഷകളുണ്ട്, ഭയങ്കര കൃപാവര ശുശ്രൂഷകളുണ്ട്, പ്രവാചകരൊക്കെ അവരുടെ ഇടയിലുണ്ട്. ഞാനപ്പോൾ എൻ്റെ സമൂഹത്തൊക്കെ അപ്പം പിന്നെ എൻ്റെ പ്രത്യേകത എന്താ? ഒരു കാര്യം എനിക്ക് പിടികിട്ടി, അവർ തിങ്കൾ മുതൽ ശനി വരെ അന്യഭാഷ പറയും, ഞായറാഴ്ച പറയത്തില്ല. ഞായറാഴ്ച പള്ളിയിൽ പോയി വളരെ ഡീസൻ്റായിട്ട് നിന്ന് ചൊല്ലിയിട്ടൊക്കെ പോരും. പക്ഷെ നമ്മുടെ സമൂഹം തിങ്കൾ മുതൽ ശനി വരെ തുറക്കത്തില്ല എന്ന് മാത്രം പറയും, ഞായറാഴ്ച മാത്രം. അവരാഴ്ച 6 പറയും, 1 റെസ്റ്റ് എടുക്കും. നമ്മൾ ആഴ്ചയിൽ 6 റെസ്റ്റ് എടുക്കും, 1 പറയും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ സമൂഹം ആക്ഷേപിക്കപ്പെട്ടതും ഈ സമൂഹം രൂപപ്പെട്ടതും ഒന്നിനു വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിനും എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. വരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട എല്ലാ വരങ്ങളും. അത് ഭാഷയും ഭാഷയുടെ വ്യാഖ്യാനവും പ്രവചനവും, ജ്ഞാനവും പരിജ്ഞാനവും വിവേചനവും, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, അങ്ങനെ പ്രധാനപ്പെട്ട വരങ്ങൾ. ആ വീര്യപ്രവർത്തികളിലൂടെ, രോഗശാന്തികളിലൂടെ, വിശ്വാസത്തിൻ്റെ വരത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രധാനപ്പെട്ട 9 വരങ്ങളും സഹായ വരങ്ങളും ത്തിനും പ്രാധാന്യം കൊടുത്തൊരു സമൂഹമായിരുന്നു വിശ്വാസ സമൂഹം.
അവരുടെ അടി കിട്ടിയാലും പ്രയാസം വരുമ്പോഴെല്ലാം എന്ത് പറഞ്ഞുകൊണ്ട് നടന്നു? അന്യഭാഷ പറഞ്ഞു. പക്ഷെ ഇന്ന് നമുക്കറിയാം അന്യഭാഷ നിർബന്ധമായിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് ഞങ്ങളുടെ അവധികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം കാത്തിരിപ്പ് യോഗമായിരുന്നു. അവധി ഇടുന്ന് കേൾക്കുമ്പോൾ എല്ലാത്തിനെയും അടിച്ചിരുത്തുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? അഭിഷേകം പ്രാപിക്കാനാ, സ്നാനം പ്രാപിക്കാനാ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. പ്രാപിച്ചവരെ എല്ലാം കൂടെ അവസാനം വട്ടത്തിയിരുത്തും. പ്രാപിക്കാത്തവനെ എവിടെ ഇരുത്തും? നടുക്കിരിക്കും. അച്ഛാ ശരിയല്ല അച്ഛാ? അങ്ങനെ പറയുന്ന ഒരു കത്തുന്ന കൊള്ളി മറ്റേതിനെ എന്ത് ചെയ്യും? കത്തിക്കും. ഏതായാലും എല്ലാവരും കൂടെ ചുറ്റി വരുന്ന് പറയുമ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെ കരയും. ഞാനാണെ കരഞ്ഞ് കിട്ടി. ഞാനൊരു സന്തോഷം കൊണ്ട് പറയുകയാണ്. ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ് ആയപ്പം ഞങ്ങൾ ആത്മശാന്ത, ഞാനൊരു 10-30 പിള്ളേരുണ്ടായിരുന്നു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളയും ഞങ്ങളെ ബുക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. ജീപ്പേ കൊണ്ടുപോകും. ഇപ്പോഴും നിങ്ങളുടെ കമാൻഡ് എന്തിനാണെന്നറിയാമോ? അപ്പം പാസ്റ്റർമാരിത് കണ്ടിട്ട് പറയും, ഈ പിള്ളേരെയും കൊണ്ട് ഞങ്ങളുടെ സഭയെ വരണം. പിള്ളേരെ ഞങ്ങൾ ബുക്കഡായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ. സ്ക്വാഷ് കിട്ടും, ബന്ന കിട്ടും, ഉച്ചയ്ക്ക് ചോറ് കിട്ടും. ഞങ്ങളെ കൊണ്ടുപോകാറ് എല്ലാ ശനിയാഴ്ച അവധിയല്ല. എന്തിനാണെന്നറിയാമോ? എല്ലാത്തിനെയും വട്ടത്തിരുത്തി അന്യഭാഷ പറയാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഈ ആരാധിക്കുന്ന ഈ 10-30 എണ്ണത്തെ വാരിയിട്ടുകൊണ്ട് പോയി. അത് ഞങ്ങളുടെ അപ്പായ്ക്ക് ഭയങ്കര അഭിമാനമായിരുന്നു, എൻ്റെ പിള്ളേരെയും കൊണ്ട് പോകുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് പ്രാപിച്ച ഒരു ആത്മസ്നാനത്തിൻ്റെ കൃപയും ബലവും ഒക്കെ പറയാനുള്ളൂ. ഒരു കാര്യം ഓർത്തോണേ, 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. 1 ദൈവം, 2 ദൈവത്തിൻ്റെ വചനം, 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് അന്ന് കിട്ടിയത് കൊണ്ട്, അന്ന് സത്യത്തിൽ എന്താണെന്നൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞപ്പോഴും സ്കൂളിൽ അടിയൊക്കെ ഉണ്ടാക്കുക. ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു, ഞാൻ നിന്നെ തള്ളിയിട്ട് നീ എന്നെ അടിച്ചെന്ന്. അവൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പം വീട്ടിൽ വന്നു. അപ്പോൾ അവനെയൊക്കെ അടിച്ചിട്ട് ഞാൻ ഓടി ബാത്റൂമിൽ പോകുമായിരുന്നു. അന്ന് ഈ ബാത്റൂമൊന്നും ഇല്ല, മൂത്രപ്പുരയാണ് സ്കൂളിൽ. മൂത്രപ്പുര പോയി പാത്തിരുന്ന് പറഞ്ഞു നോക്കും അടിയുണ്ടാക്കിയപ്പോൾ ഇത് പോയോന്നറിയാൻ. നമുക്ക് പേടിയാണ്, എന്നാലും പോകരുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയും, കുറേയൊക്കെ എവിടെങ്കിലുമൊക്കെ ഒന്ന് വഴുതി പോന്നെങ്കിലും എങ്ങും പൊട്ടാതെ ഇവിടം വരെയൊക്കെ കൊണ്ടുവന്നത് അന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് കുറച്ചുകൂടെ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും ഒന്ന് ചേർന്ന് നടക്കണം. ദൈവത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും ദൈവവചനത്തോടും ഒന്ന് ചേർന്ന് നടക്കണം. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. 2 ശുശ്രൂഷകളുണ്ട്. അക്ഷരമാണ്, അത് അറിവാണ്. അറിവ് കൊണ്ട് ഒക്കെ ശുശ്രൂഷ ചെയ്യാം. പക്ഷേ മറ്റൊന്നൊന്ന് അക്ഷരം കൊല്ലും, ആത്മാവ് എന്ത് ചെയ്യും? ജീവിക്കും. ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ആത്മാവിനോട് ചേർന്ന് നടപ്പാൻ, പരിശുദ്ധാത്മാവിൽ നടപ്പാൻ, ആത്മാവിനാൽ ജഡത്തെ ജയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാവരും അല്പസമയം കണ്ണുകളൊന്ന് അടച്ച് every children you must pray, Lord, fill me with thy Holy Spirit, fill me with thy Holy Spirit, fill me with thy Holy Spirit. Every children, every adult, every youth, you can open up your heart, you can open up your mouth. കർത്താവിൻ്റെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒറ്റ കാര്യം, if you have a real thirst for it, if you have a real thirst for it, surely you will be quenched. If you have a real thirst, if you have a real thirst, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ എല്ലാവരും പ്രാർത്ഥിച്ച് അതിനകത്ത് ഉയർന്നവരും. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അതൊരു അവിഭാജ്യമായ ആത്മീയ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ദൈവമേ, അത് എവിടെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിറയ്ക്കണേന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളും. എന്തിനാണ് ആത്മാവ് നിറഞ്ഞു എന്ന് പറയുക? ആത്മസ്നാനം ആത്മീയ ഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. പ്രാപിച്ചാലും ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിലാണ്. ഇടയ്ക്ക് ഞാനും നിങ്ങളുമെല്ലാം, ഒന്നുകൂടെ പറയട്ടെ, ഞാനും നിങ്ങളുമെല്ലാം എവിടെയെങ്കിലുമൊക്കെ ജഡത്താൽ തെറ്റപ്പെടാം. പക്ഷെ തെറ്റപ്പെടുമ്പോൾ ആത്മാവിൻ്റെ അളവ് കുറയപ്പെടാം. കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം നിറയാൻ. ഒരു മൺകുടത്തിൽ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ അളവ് കുറയും, കുടം കുടിച്ചു എന്ന് പറയും. ഇതുപോലെ നിക്ഷേപം മൺപാത്രങ്ങളിൽ അത്യന്ത ശക്തി പകർന്നെങ്കിലും
അതിൻ്റെ അളവ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ മുട്ടുമടക്കണം. ദൈവമേ നിറയ്ക്കണേ, നിറയ്ക്കണേ, നിറയ്ക്കണേ. ചെല്ലെങ്കിലുമൊക്കെ നിറയ്ക്കണേ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെയോ കളിയാക്കി. എന്തോ നിറയ്ക്കണമെന്നാ? ഒന്നുമല്ല, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ. നിറയ്ക്കുക മാത്രമല്ല, കവിയണമേ. കവിയ മാത്രമല്ല, ഒഴുകണമേ. അത് ഒഴുകിയാൽ ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പിതാവാം ദൈവമേ നന്ദി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി എന്നെ നിറയ്ക്കണമേ. കുറച്ചുകൂടെ ഒരു നിറവ് വേണം. ഇത് പോരാ കർത്താവേ, ഇത് പോരാ. ബാൻഡ് 3 ആണെങ്കിൽ നമ്മൾ ബാൻഡെന്നല്ല പറയുക, ഗ്രേഡിന് ബാൻഡല്ലേ, ഗ്രേഡ് 1 2 എത്ര വരെയുണ്ട്? 8 7 എനിക്കറിയില്ല. ഞാൻ 9. ബാൻഡ് 1 ഗ്രേഡ് 1 ആണെങ്കിൽ ആഗ്രഹിക്കും 2 ആണോ, 2 ആയാൽ 3 ആണെന്ന് ആഗ്രഹിക്കും. പിന്നെ എങ്ങനെങ്കിലുമൊക്കെ 7 8 9 എന്നൊക്കെ വന്നാൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു കുശുമ്പല്ലേ. അവർക്ക് 9 വന്നാൽ വലിയ സ്ഥാനമല്ലേ. ഇതുപോലൊരാഗ്രഹം വേണം. ദൈവമേ ഈ ഗ്രേഡ് പോരാ, കുറച്ചുകൂടെ നിറയ്ക്കണേ, കുറച്ചുകൂടെ നിറയ്ക്കണമേ, കുറച്ചുകൂടെ നിറയ്ക്കണം. അതിലും ആഗ്രഹിക്കണം. അതിത്ര വർഷത്തേക്കിനെയൊക്കെ ഉള്ളൂ. എന്നിൽ നിങ്ങൾ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗ്രേഡ്, അതിന്റെ അളവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എന്മനമേ നീ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ സർവ്വ അന്തരംഗമേ ദൈവമേ എന്നെ നിറയ്ക്കണേ. ഒരിക്കൽ ഞാൻ പ്രാപിച്ചായിരുന്നു. പക്ഷെ എവിടെയോ അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയോ അതിൻ്റെ അളവ് കുറഞ്ഞു പോയല്ലോ, എവിടെയോ അതിൻ്റെ തീവ്രമായ ആഗ്രഹം ഒന്ന് കുറഞ്ഞു പോയല്ലോ. ഇന്ന് രാത്രി എനിക്ക് കുറച്ചുകൂടെ ഒരു പുതുക്കം പരിശുദ്ധാത്മാവിനാൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ തന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്രയധികം കൊടുക്കും, എത്രയധികം കൊടുക്കും, എത്രയധികം കൊടുക്കും. ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വചനം കൂടുതൽ വായിക്കാനുള്ളൊരു കൃപ തരണമേ. ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടണമേ. ഇന്നലെ പ്രാർത്ഥിച്ചത് പോരാ, ഇന്നലെ വരെയുള്ള എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗ്രേഡ് കൂടുകയല്ല കുറയുക, എൻ്റെ ഗ്രേഡ് കൂടുകയല്ല, എൻ്റെ ഗ്രേഡ് കുറയുക. ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാവിനാൽ എന്നെ നിറച്ച് പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ എളിയവനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നുള്ളിലെന്നും വസിച്ചിടുവാ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാ തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്ന് മതി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്ന. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്രമായ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ ദൈവം നമ്മുടെ റെസ്റ്റ് ടേക്ക് കെയർ ചെയ്യുകയും മുമ്പോട്ട് പോട്ടെ വെളിച്ചമുണ്ടാക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ വോയിഡായിട്ടിരുന്ന എംറ്റി ആയിട്ടിരുന്ന ഈ ഭൂമിക്ക് താളവും രൂപവും ഒക്കെ ഉണ്ടാകുകയാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, ആകാശത്തിന്റെ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത്
കൂടട്ടെ. കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലം കൂടി. ഉണങ്ങിയ നിലം വെളിപ്പെട്ടു. ഉണങ്ങിയ നിലത്തിന് എന്തെന്ന് പേരിട്ടു? ഭൂമി. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. സമുദ്രം ഞാനിത് എന്നെ എന്നും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമുദ്രം മനുഷ്യനെ എന്നും അതിശയിപ്പിക്കുന്നതാണ്. സമുദ്രത്തിന്റെ തിരമാലകൾ, എണ്ണിയാലൊടുങ്ങാത്ത തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സമുദ്രം മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇന്നും. പക്ഷെ ഇവിടെ പറയുന്ന ഭൂമി മുഴുവൻ വെള്ളമായിരുന്നു. ആ വെള്ളം കൂടിയെടുത്ത് കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു? സമുദ്രം എന്ന് പേരിട്ടു. അപ്പൊ ഇനി ഈ സമുദ്രം തിരിച്ചിറങ്ങിയ എന്ത് കാണില്ല? ഭൂമി കാണില്ല. എന്നിട്ട് ഈ സമുദ്രം എന്താ ഇറങ്ങാത്തെ? എന്നിട്ടും ഈ സുനാമിയൊക്കെ ഇടയ്ക്ക് വന്നു. ഇടയ്ക്ക് മസ്കറ്റിൽ ഓക്കി വന്നു. മസ്കറ്റ് ഗോനു അല്ലേ? ഗോനു വന്നപ്പോൾ ഈ പുറകിരിക്കുന്ന ആന്റിയുടെ കുടുംബത്തിൽപ്പെട്ട ഇമ്മാനുവൽ പാസ്റ്ററുടെ ഒരു കസിൻ രായിച്ചാൻ അല്ലേ, നിങ്ങളുടെ ബന്ധമല്ലേ, അവിടെ കുടുംബത്തിൽപ്പെട്ടാണ് രായിച്ചാനാണ് ഗോനു വരുമെന്ന് അവിടെ പോയി പ്രവചിച്ചത്. അതിന് രായിച്ചാനെ പിടിച്ച് ജയിലിലിട്ടു. ആ ദിവസം വന്നില്ല. ജയിലിൽ വന്നായിരുന്നെങ്കിൽ ആ ജയിലിൽ കിടന്നവരെല്ലാം ഒഴുകിപ്പോയായിരുന്നു. എവിടാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഗോനു വന്നു. ഞാൻ അന്നേരം ആ സ്ഥലത്ത് അവിടെ മസ്കറ്റിൽ പോയായിരുന്നു. അപ്പൊ രായിച്ചാനെ പിന്നെ അവർ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തു. ഗവൺമെന്റ് സുൽത്താൻ തന്നെ കൊണ്ടുപോയി പ്രത്യേകമായിട്ട് ആദരിക്കുക. പിന്നെ ഗോനു അടിച്ച് രണ്ടാമത്തെ ഒരു അതിന്റെ ഭീകര ദൃശ്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ പുറത്തു വന്നിട്ടില്ല. കാരണം രാജഭരണം ഉള്ളിടത്ത് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് എന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അത് പ്രവചിച്ചത് ഈ പെരുമ്പയിലെ രായിച്ചന. അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു വിശ്വാസിയാണ്. റാന്നിയിലുണ്ട്. രാഷ്ട്രീയമായ ഒരു രാജ്യത്തോടുള്ള പ്രവചനമായിരുന്നു. അവർ പേടിച്ചു പോയി. ആ ദിവസമായപ്പം രാജാവൊക്കെ സ്ഥലം വിട്ടുപോയെന്നാണ് പറയുക. ഏതായാലും രായിച്ചാനെ അതിന്റെ പേരിൽ അവരെ ആദരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതും ഒരു സന്തോഷ വാർത്ത. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ പ്രപഞ്ചം ഇനി തിരിച്ചിറങ്ങിയാൽ ഇനി എന്തില്ല? ഭൂമിയില്ല. എന്നിട്ടും ഈ പ്രപഞ്ചം സമുദ്രത്തിന്റെ കീഴില്, സമുദ്രത്തിന്റെ അടുത്ത് പോയിട്ട് ആൾക്കാർ വീട് വെക്കുകയും ഇന്നും എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ നടക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു ഉറപ്പിന്റെ പുറത്താ. ഈ സമുദ്രം അങ്ങനൊന്നും എന്ത് ചെയ്യത്തില്ല, ഇറങ്ങി വരത്തില്ല. വരുവോ? ഇല്ല. ഇതൊക്കെ വന്നാലും നമ്മൾ പിന്നെയും മനുഷ്യൻ നോർമലായിട്ട് ജീവിക്കുകയല്ലേ. എന്തുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ സമുദ്രത്തിനടുത്ത് പോയി താമസിക്കുക? ഒറ്റ കാര്യം കൊണ്ട്. ഞാൻ സമുദ്രത്തിൽ ചിന്തകളെ ധ്യാനിക്കുന്ന, സമുദ്രത്തിന് ഒത്തിരി ചിന്തകളുണ്ട്. കടലിൽ പോകുന്ന മുക്കവന്റെ ജീവിതം എന്ന് പറയുന്ന കരക്കിരിക്കുന്ന മുക്കവ്യക്തിയുടെ പാതിവൃത്യത്തിലാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മുക്കവ സമൂഹമാണ്. ആരെങ്കിലുമൊക്കെ കടലിൽ പോയാലും മൂന്നാം പൊക്കം എന്ത് ചെയ്യും? തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കടലുമായിട്ട് കടലമ്മ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അതെല്ലാം കടലിന്റെ മക്കളുടെ വിശ്വാസങ്ങളാണ്. അവരെ ഇന്നും എത്ര അപ്രൂട്ട് ചെയ്താലും അവർക്ക് മാറാനൊക്കെ ഇല്ല. അവരുടെ ഭാഷ, അവരുടെ ദേശം, അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതിയെല്ലാം കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പം സമുദ്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു കാര്യം പറയാം, എന്നിട്ടും ഈ സമുദ്രത്തിന്റെ അടുത്ത് പോയി താമസിക്കുന്നത്, സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് ഒരു ഉറപ്പില്ല. അങ്ങനൊന്നും ഈ സമുദ്രം കയറി വരത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ദൈവം ഈ സമുദ്രത്തിന് എന്തിട്ടിട്ടുണ്ട്? അതിരിട്ടിട്ടുണ്ട്. ഇയ്യോബ് ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തില് കുറെ ചോദ്യം ഇയ്യോബ് ചോദിച്ചു. ഞാനൊരു രാത്രി വല്ലാതെ വിഷമിച്ചിരുന്നപ്പോ ഒറ്റയടിക്ക് 1-ാം അധ്യായം തൊട്ട് വായിച്ചു വന്ന് 30 ഒറ്റ രാത്രി ഇരുന്ന് വായിക്കുക. അതുപോലെ ഒരു സങ്കടത്തിന്റെ നടുവില. എപ്പോഴും നമ്മുടെ എല്ലാം ഊന്നുപടി ദൈവത്തിന്റെ വചനമല്ലേ. അങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഇയ്യോബ് 38 ഇയ്യോബ് 38 ദൈവം ഇയ്യോബിനോട് തിരിച്ച് കുറെ ചോദ്യം ചോദിച്ചു. ഇയ്യോബിനോട് തിരിച്ച് ചോദിച്ച ചോദ്യത്തിന് ഇയ്യോബിന് പറയാൻ ആൻസർ ഇല്ലാതെ പോയി. അല്ല, ആർക്കും പറയാൻ ആൻസർ ഇല്ല. കുറെ ചോദ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചോദ്യങ്ങളുടെ ബഹളം, സംശയങ്ങളുടെ ബഹളം. ഒടുവിൽ ദൈവം ചോദിച്ചു. വായിക്കാം, നോക്കിക്കേ 38. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചു. അറിവില്ലാത്ത വാക്കുകളിനാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ ആർ? ഇനിയും ഭൂമിക്ക് ചോദിക്കുകയാണ് 4-ാം വാക്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിന് അളവ് നിയമിച്ചവൻ ആരെന്ന് നീ അറിയുന്നുണ്ടോ? അതിന് അളവ് നൂൽ പിടിച്ചത് ആരാ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ച് ഉല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം ആർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേലാണ് ഉറപ്പിച്ച? അല്ല, ഈ ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേലാണ്? നമ്മൾ സ്കൂളിൽ പഠിച്ചു, അത് അച്യുതണ്ടൊക്കെ ഉണ്ട്. ഇത്ര ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുക. അത് സൂര്യനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിന് അടിസ്ഥാനം ഇട്ടത് ആരാ? ഇതിന് അടിസ്ഥാനം ഇട്ടത് ആരാണെന്ന് ഞാൻ ചോദിക്കുക. നീ ആരാണ് ഇതിന് അടിസ്ഥാനം ഇട്ടത്? 8-ാം വാക്യം. ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവന് ആരാണ്? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരുളിനെ ചുറ്റാടമാക്കി ഞാൻ അതിന് അതിർ നിയമിച്ചു. കതകും
ഓടാമ്പലും വെച്ചു. അടുത്ത വാക്ക് എല്ലാവരും ചേർന്ന് വായിച്ചേ. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കും എന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അപ്പൊ യോബിനോട് ദൈവം ചോദിക്കുകയാണ്, ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിന് വെച്ചത് ആരാ? നിനക്കറിയാമോ? അതിന് വെച്ചത് ആരാ? പക്ഷേ ഞാൻ അതിനൊരു അതിര് വെച്ചിരുന്നു, ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറം നീ എന്ത് ചെയ്യരുത്? കടക്കരുത് എന്ന് പറഞ്ഞ് അതിന് കതകും ഓടാമ്പലും വെച്ചു. അങ്ങനെയാണ് അതിനെന്ത് വെച്ചു? കതകും ഓടാമ്പലും വെച്ചു. എന്തിന്? സമുദ്രത്തിന്. ദൈവമാണ് സമുദ്രം സൃഷ്ടിച്ചത്. പക്ഷെ ദൈവം സമുദ്രത്തിന് എന്ത് വെച്ചിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തമ്പുരാന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സമുദ്രത്തിന് മാത്രമല്ല നമുക്കും ദൈവം എന്ത് വെച്ചിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ തീർന്നു പോകും. ഇവിടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ നല്ല നിയമങ്ങളിലാണ് വണ്ടി ഓടിക്കുക. നമ്മളൊക്കെ നിയമമൊന്നും അല്ല, അങ്ങ് ഓടിക്കുകയല്ലേ. ഓടിക്കുമ്പോഴാണ് ഇടയ്ക്കൂടൊക്കെ ഈ വലിയ ലോറിയൊക്കെ കയറി വരും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വണ്ടിയെ ഇരുന്നുകൊണ്ട് സൈഡ് കൊണ്ട് തിരിയും. എന്തിനാ? മറ്റേ വണ്ടി നമ്മളെ ഇടിക്കാതിരിക്കുക. അങ്ങനെ സൈഡ് കൊണ്ട് അകത്തിരുന്ന് തിരിഞ്ഞവരൊന്ന് കൈപൊക്കാം. സത്യസന്ധമായിട്ട് വണ്ടി ഇങ്ങനെ വന്ന് പേറി വരുമ്പോൾ സൈഡ് കൊണ്ട് തിരിഞ്ഞു കൊടുത്തവരൊന്നോ കൈപൊക്കാം. അല്ല, സത്യം, ഞാനാ എന്നും ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളും ചെയ്യുന്ന കാര്യം. നമ്മൾ സൈഡ് കൊണ്ട് തിരിഞ്ഞുകൊണ്ട് ഇടിക്കാതെ പോയതല്ലേ. നമ്മൾ അകത്തിരുന്ന് തിരിഞ്ഞിട്ട് വല്ല കാര്യം? ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ തിരിയുന്നത് പേടിച്ചിട്ടാ. എന്നിട്ടും ഇത് ഇടിക്കാതെ പോയത് എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞു, ഞാൻ അതിനെന്ത് വെച്ചിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോണേ, തമ്പുരാനോടൊപ്പം നടന്നാൽ അതിര് വെച്ച് കാക്കുന്ന ഒരു ദൈവമുണ്ട്. അതിര് വെക്കും. അതിര് വെക്കുക സത്യമാണ്. അതിര് വെക്കും. ഞാനിപ്പോഴും ഓർക്കുന്ന പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ കോട്ടയം പോകും, അത്യാവശ്യമായിട്ട് രാത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം, ഒരാളെ കാണണം. പക്ഷെ അവിടെ പോയേ ഒക്കത്തുള്ളൂ. അപ്പൊ ആ സമയത്തെല്ലാം ഞാൻ അടുപ്പിച്ച് ഉറക്കളപ്പോ. അപ്പം എനിക്കറിയാം, ഭാര്യയ്ക്കറിയാം ഞാൻ ഉറങ്ങിപ്പോകുന്നു. അവളോട് ഞാൻ പറഞ്ഞു, ഇന്ന് ആരെയും എനിക്ക് പോയേ ഒക്കത്തുള്ളൂ. അപ്പം പോകാൻ ഇറങ്ങിയപ്പോൾ അവളോട് പറഞ്ഞു, അച്ഛാ ഒറ്റയ്ക്ക് പോകല്ല, എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യും, എൻ്റെ മോൻ കേഫായെ കയറ്റിവിട്ടു. മോനെ ഉറങ്ങരുത് മക്കളെ. അപ്പായോട് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരുന്നോണം. അവനെ കേപ്പി സൈഡിലെത്തി. ഇട്ടിപ്പാറ കഴിയുന്നതിന് മുമ്പ് അവൻ കുറുക്കം വലിച്ചു. എന്നാണ് പിള്ളേർ വണ്ടിയെ കയറുമ്പോഴേ എന്ത് ചെയ്യും? ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ പോവാ. കുറച്ചിങ്ങനെ ചെന്ന് പാമ്പാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കോട്ടയം പോവാ. എനിക്കറിയാൻ എന്തോ പറ്റും. എൻ്റെ ഇരുന്നൊരു കൊച്ചു നാനോ കാറാ. എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ ചവിട്ടിയത് എന്തിനു ചവിട്ടിയെന്ന് ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ എന്തോ ചവിട്ടി നടുറോടി. പെട്ടെന്നൊരു കാര്യം വന്നു. പുറകെ വന്ന ഫുൾ ലോഡുമായിട്ട് വന്ന മഹേന്ദ്ര പിക്കപ്പ് നാനോയെ ഇടിച്ചു. നാനോ എന്ന് പറയുന്ന പേര് തന്നെ ടൈനിന്നാ, സ്മോളാ, ചെറുതാ. മൊത്തം പോയി കാണുമെന്ന് എനിക്കറിയാം. അവൻ ഉണർന്നു. എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല, ബാ നോക്കാം. ഇതൊക്കെ ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ ഓർത്തു, നാനോയുടെ ഇഞ്ചൻ പുറകിലാ, മുമ്പിലല്ല. നാനോക്കാരൻ്റെ ഇഞ്ചൻ പുറകില. ഇടിച്ച് തീർന്ന് കാണും. ഏതായാലും എല്ലാം പോയല്ലോ കർത്താവേ എന്ന് വെച്ച് എന്നപ്പം താണ്ട് മഹേന്ദ്ര ജീപ്പുകാരൻ ഇറങ്ങി വരിക, പിക്കപ്പുകാരൻ. എന്നെ പണിയത് കാണിച്ച്. ഞാൻ പറഞ്ഞു, സോറി സാറേ, അബദ്ധം പറ്റി പോയതാ. എന്നാലും ഒരു ഗ്യാപ്പിട്ട് വേണ്ടായിരുന്നോ വരാൻ? അവൻ പറഞ്ഞു, കണ്ടോ? ഞാൻ നോക്കിയപ്പോൾ അതിന്റെ ബമ്പർ മുഴുവൻ ഇടിച്ചകത്ത് കയറിയിരിക്കുക. എന്റെ വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. നാനോയെ പിക്കപ്പ് പിടിച്ചാൽ നാനോ കാണാൻ പാടില്ല. പക്ഷെ അവിടെ പിക്കപ്പിന്റെ ഫ്രണ്ടെല്ലാം പോയി അവൻ കരയുക. കർത്താവ് എന്താ പറഞ്ഞു? മിണ്ടണ്ട, പൊക്കോ, ഞാൻ നിനക്ക് എന്തോ വെച്ചേക്കുക? അതിര് വെച്ചേക്കുക. കണ്ടോ? ചെറിയ കാര്യമാണെങ്കിലും ദൈവം നമുക്ക് എപ്പോഴും അതിര് വെക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലൊക്കെ ഇവിടെ വന്നിരിക്കുക. അങ്ങനെ ഞാനങ്ങോട്ട് തിരിഞ്ഞ് ചിന്തിച്ചാൽ 1000 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്നിവിടെ നിൽക്കത്തക്കവണ്ണം അല്ലാതെ എപ്പോഴേ തട്ടിപ്പോകാമായിരുന്ന, കരണ്ട് അടിച്ചു, വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് മെയ് മാസത്തിന്റെ അവസാനം ഒരു രോഗം വന്ന് വല്ലാത്ത സെൻസേഷൻ എല്ലാം പോയി, ബാലൻസ് പോയി. ഒരിക്കലും ഇനി നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷേ കുറേ നാളൊക്കെ പിടിച്ചുകൊണ്ട് ഇരുത്തി പ്രസംഗിച്ചു. അപ്പോഴൊരാഗ്രഹം, ഇരുന്നുകൊണ്ടാണെങ്കിലും പ്രസംഗിക്കണം. പക്ഷേ ഭാര്യ കൂടെ പറയും, ഇരിക്കുന്ന അഹങ്കാരം കൊണ്ടാ, സുഖം പിടിച്ചുപോയി, അങ്ങ് സുഖിച്ചുപോയി. എഴുന്നേൽപ്പിക്കാനാ. പക്ഷെ നമുക്കല്ല, പക്ഷെ നിന്നാ പേടിയാ, വീണുപോയ എന്തോ ചെയ്യും. പക്ഷെ ഒന്നെനിക്കറിയാം, തമ്പുരാൻ അതിര് വെച്ചില്ലായിരുന്നെങ്കിൽ എന്നെയും നിങ്ങളെയൊക്കെ സമുദ്രത്തിന് മാത്രമല്ല നമുക്കും അതിര് വെച്ച ഒരു ദൈവമുണ്ടെന്ന് ഹൃദയത്തിൽ നിന്ന് അനുഭവങ്ങളിൽ പറയാൻ കഴിയുന്നവരെല്ലാം ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ
വല്ലഭൻ കാക്കും. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാക്കും. അതിൽ വെച്ച് കാത്ത ഒരു ദൈവം. ഇരു കരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തി ആവോളം ശക്തിയോടൊന്ന് കൈയടിച്ചേ. അങ്ങനെ അനുഭവങ്ങളുള്ളവരൊക്കെ, ആ അനുഭവങ്ങളുള്ളവർ ആവോളം ശക്തിയോടെ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്ന് എന്നെ വല്ലഭം കാക്കും, വല്ലഭം കാത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിരുവെച്ച് 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 കാത്ത ദൈവം. ബയോപ്സി എടുത്തപ്പോൾ ഉറപ്പല്ലായിരുന്നോ അത് മറ്റു വല്ലതുമായിരുന്നുവെന്ന്? ബയോപ്സി എടുത്തപ്പോൾ, സ്കാനിങ്ങിന് കിടന്നപ്പോൾ, MRIക്ക് മുമ്പിൽ കിടന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു മിക്കവാറും മറ്റു വല്ലതുമായിരിക്കാം. പക്ഷേ റിസൾട്ട് വന്നപ്പം ദൈവത്തെ സ്തുതിച്ചു, പിന്നെ മറന്നുപോയി. ഒരുപക്ഷെ അത് മറ്റു പലതുമായിരിക്കാം. എന്നാൽ അതിരുവെച്ച ദൈവം, അതിരുവെച്ച ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ, ദൈവത്തെ ഒന്നും സ്തുതിച്ച് ഹൃദയത്തിൽ ഒരു കാര്യമെങ്കിലും ഒന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതിരുവെച്ച, അതിരിട്ട് കാത്ത ദൈവം, അതിരിട്ട് കാത്ത ദൈവം. അതിരിടുക മാത്രമാണോ ദൈവം ചെയ്തത്? അല്ല, അതിരുകളെ ദൈവം എന്താക്കും? വിശാലമാക്കും. അതിരുകളെ ദൈവം എന്താക്കും? വിശാലമാക്കും. ഒരു പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്തൊക്കെ ഇരുന്നു കൊണ്ട് അതാണ് വലുത്, ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എങ്കിലും എൻ്റെ ഇന്നലകളെക്കാട്ടിലും എൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കി എന്ന് പറയാൻ ഉള്ളിന്ന് നന്ദിയുള്ളവര് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഉള്ളി തട്ടി പറയാൻ കഴിയണ്ടേ, എൻ്റെ അതിരുകളെ ദൈവം എന്താക്കി? വിശാലമാക്കി. അല്ലേ? അതിരുകളെ എന്താക്കി? വിശാലമാക്കി. സ്തുതിച്ചേ, അതിരുകളെ എന്താക്കി? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ സഹോദരൻ ജക്കുവിനോട് പറഞ്ഞു, ഞാൻ 2010 ഇവിടെ 9-ലോ 10-ലോ UK വന്നാണ്. അന്ന് എൻ്റെ കസിനാണ് എന്നെ കൊണ്ടുവരിക, എൻ്റെ ചർച്ചിലെ ഒരു സഹോദരനുമാണ്. അദ്ദേഹം അന്നേരം മീറ്റിങ്ങൊക്കെ ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, അങ്ങനെ കാലങ്ങളൊക്കെ മുമ്പോട്ട് പോയി. ഞാൻ ഈ സാക്ഷ്യം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു 3 തലമുറയായി കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പച്ചൻ പ്രായമായിട്ടാണ് ഇറങ്ങിയത്. അപ്പച്ചൻ പിന്നെ അധികം നാൾ ജീവിച്ചില്ല. അപ്പച്ചൻ 83 മരിച്ചുപോയി. 78 പപ്പ ജോലി കളഞ്ഞു വന്നു. പിന്നൊരു കടയുണ്ടായിരുന്നു, അത് വിട്ടു. അങ്ങനെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. പിന്നെ ഞാനും ആ പാതയിലോട്ടൊക്കെ വന്നു. അങ്ങനെ 3 തലമുറയുടെ ഒരു അധ്വാനം കൊണ്ടാണ് റാന്നിയിലൊരു സഭയും അതിനോട് ചേർന്നൊരു 10-60 പ്രവർത്തനങ്ങളും ഒക്കെ ന്യൂ ഇന്ത്യ ദിവസയുടെ ഭാഗമായിട്ടുണ്ടായത്. ഒരു 3 തലമുറയുടെ അധ്വാനമാണ്. 1-2 വർഷമല്ല, ഒരു 2 തലമുറ ഉരുകി തീർന്നു. എൻ്റെയും ആയുസിൻ്റെ ഒരു പുരുഷഭാഗം. ഞാൻ ജക്കുവിനോട് പറഞ്ഞു, ഈ ആയുസ് ഞാൻ അലഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അലഞ്ഞൊന്നും എനിക്കറിയില്ല. ഒരു 3 ആയുസ് അലയേണ്ട അലച്ചിലൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ചർച്ചൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡായി. 2010 അമ്മ മരിച്ചു. എൻ്റെ അമ്മ വലിയൊരു സപ്പോർട്ടായിരുന്നു. അമ്മ ഒരു വൈബ്രൻ്റ് അമ്മയായിരുന്നു എൻ്റെ അമ്മ. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. എൻ്റെ അമ്മ എന്നെ സുവിശേഷ വേലയ്ക്ക് ഇറക്കിയത് ഒരമ്മയും ചെയ്യാത്ത പോലെ. എടാ നീ ഇറങ്ങണം, നിന്നെ വയറ്റിൽ കിടന്നപ്പം നേർന്നു. അത് ഞാനിപ്പോൾ എന്ത് വേണം? എന്നോട് ചോദിച്ചിട്ടാണ് വയറ്റിൽ കിടക്കുമെന്ന് വരാൻ പറയും. അതൊരു ആൺകുഞ്ഞായിരുന്നെന്നും ആൺകുഞ്ഞാണെ കർത്താവിനുള്ളതാണെന്നും എല്ലാം പറഞ്ഞതാണ്. നമ്മളോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനൊന്നും അല്ലടാ, നീ ഇറങ്ങണം. ഇറങ്ങത്തില്ല. അപ്പോൾ എനിക്ക് സോഷ്യൽ വർക്ക് ഇഷ്ടമാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചാരിറ്റിയൊക്കെ ചെയ്ത് ജീവിച്ചോളൂ. അമ്മ പറഞ്ഞല്ല, ഇറങ്ങണം. ഇറങ്ങത്തില്ലെന്ന് ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ മുറിക്കകത്ത് കയറ്റി കുറ്റിയിട്ട് കഥകിന്, എടാ നീ ഇറങ്ങണം, സമയമായി. ഇല്ലമ്മ. ഇടിക്കാൻ തുടങ്ങി നെഞ്ചത്ത്. 500 നമ്മുടെ പഴയ അമ്മമാരുടെ ഒരു ഇടിയുണ്ട്. ഇതൊക്കെ കണ്ടാൽ തോന്നുന്നു നിങ്ങളൊക്കെ ഇവിടെ ജനിച്ചാന്ന്. അമ്മമാരിടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? പറയണ്ട, ഇടിച്ചിട്ടില്ലേ? എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇടിക്കുന്നറിയായിരുന്നു. കൊച്ചിലെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഇടിക്കുന്നത്. ഇടിക്കുമ്പോൾ അമ്മ ഇടിക്കാതിരിക്കാൻ അമ്മയുടെ കയ്യെ ഞാൻ ഞാലുമായിരുന്നു. അപ്പോൾ എന്നെയും പൊക്കി ഇടിക്കുമായിരുന്നു. അതാണ് നമ്മുടെ സാധാരണ അമ്മമാരൊക്കെ ദണ്ണം വന്നാൽ എവിടെ തീർക്കും? അവരോടൊക്കെ എനിക്ക് അവരോടൊക്കെ സഹതാപമേ ഉള്ളൂ. അതൊക്കെ സ്വാഭാവികമല്ലേ, പാവം പിടിച്ച അമ്മമാരല്ലേ. അങ്ങനല്ലേ നമ്മൾ പല രക്ഷപ്പെട്ടു. നീ പോടി, നിനക്ക് കെട്ടുപടി അവനെ, നീ കെട്ടുപടി അവനെ എന്നൊക്കെ ചോദിച്ച് ഇട്ടിച്ച് അവരുടെ നെഞ്ച് കലങ്ങിയല്ലേ പലതും രക്ഷപ്പെട്ടു പോയത്. ചിലതൊക്കെ ഇങ്ങനെ അതിനെ തന്നെ കെട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ അച്ചായം വാക്കത്തി എടുത്തോണ്ട് വരും. അമ്മ പറയും, മാറിക്കും, നിങ്ങളെ മനുഷ്യ കൊല്ലാണ്ട, നിങ്ങളെന്തിനാ ഇവളെ കൊന്നിട്ട് ജയിലിൽ പോന്നേ? നിങ്ങൾ അമ്മ അവളുടെ അവസാനം അമ്മയുടെ ഒരു വജ്രായുധമുണ്ട്. എന്താ? ഇടിയാണ്. ഇടി ഇപ്പോഴത്തെ ഒന്നും ഇടിച്ചാൽ ഏക്കത്തില്ല, കല്ല് പോലെ ഇങ്ങനെ നിൽക്കും.
അപ്പോൾ ആരോ സിനിമാ പാട്ടുണ്ട്, നെഞ്ചിലാകെ കല്ലാണ്. ഏതായാലും എൻ്റെ അമ്മ ഇടിക്കാൻ തുടങ്ങി. എടാ സമയമായി, ഇറങ്ങടാ, ഇറങ്ങ്. അമ്മയുടെ ഇടിക്ക് മുമ്പ് ഞാനങ്ങ് സുവിശേഷകരയ്ക്ക് ഇറങ്ങിയത്. ഇന്നത് ഇഷ്ടമാണെങ്കിൽ അന്ന് ഇടിച്ചിറക്കിയത്. ലോകത്തെ ഞാൻ ആരോടും പറയുക, അമ്മ താൻ തന്നെ എൻ്റെ ദൈവം എന്നെ ഉപയോഗിച്ച് കൃപയാൽ വിശ്വാസത്തിൽ വന്നൊരു സഹോദരൻ പപ്പായോട് പറഞ്ഞ് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. അപ്പ പോയിട്ട് വന്നപ്പം മുഖം വല്ലാതിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തോ വേണോ, എന്തോ പറ്റി? ഒന്നുമില്ല. എന്തിനാ അപ്പായെ വിളിച്ചേ? ഒന്നുമില്ലടാ. അല്ല, എന്തോ ഉണ്ടല്ലോ, എന്നെ വിളിച്ചേ. ചോദിച്ചപ്പോൾ അപ്പ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. എന്താ? നീ ഇനി ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാനെന്തോ ചെയ്തു? ഞാനെന്തോ കുറ്റം ചെയ്തേ? അത് നീ പ്രസംഗിക്കുമ്പം തമാശ പറയും, അപ്പം ചിരിക്കും. യോഗത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? ചിരിക്കാൻ പാടില്ല. സീരിയസ് ആയത്. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ പാടാ, സീരിയസ് ആയിട്ട് ജീവിക്കാൻ. അപ്പം ഞാൻ അപ്പാടി ചോദിച്ചു, ഇനി ഞാനെന്തോ ചെയ്യണം? അപ്പോൾ പറഞ്ഞു, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിന്റെ അമ്മയും ഞാനും കൂടെ കുടലുണങ്ങി ഉപവസിച്ച സഭയാണ്. കുടലുണങ്ങി 40-21 കയ്യും കണക്കില്ല. അങ്ങനൊക്കെ ഇതുണ്ടായത്. കൊളാക്കല്ലേ. അതൊരപ്പൻ്റെ അപേക്ഷ. ഞായറാഴ്ച രാവിലെ എല്ലാവരെയും കയറ്റി ഇരുത്തിയിട്ട് ഞാൻ സ്കൂട്ടാകും. എന്നോട് ചോദിച്ചു, എവിടെ പോവാ? എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എവിടെ? ആരും ക്ഷണിച്ചില്ല. ചിലപ്പോൾ ഞാൻ ചിലയിടത്ത് ചെന്ന് കയറുമ്പോൾ, പ്രിൻസ് എന്താ വന്നേ? ആത്മാവ് ഇട്ടതാ ഇവിടെ വരണമെന്ന്. എന്നോട് ഒരാത്മാവും പറഞ്ഞില്ല. വെറുതെ ഞാൻ ആത്മാവിനെ കൂട്ടുപിടിച്ചു. കള്ളം പറഞ്ഞു, സത്യമാണ്. ഇതിനാണ് പഠിക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ എങ്ങും കയറാതൊക്കെ ഞാൻ തിരിച്ചു വരും. അന്ന് ഞാൻ വല്ല ഒതുക്കി വണ്ടി ഇട്ടിട്ട് പ്രാർത്ഥിക്കും. ഞായറാഴ്ച ആരെങ്കിലും എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ, ബാക്കിയെല്ലാ ദിവസവും എനിക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്, ഞായറാഴ്ച പോകാം എന്ന് ഞാൻ അഹങ്കാരം പറയല്ലേ, എളിമപ്പെട്ട് പറയുക. 6 മണിയാകുമ്പോൾ ഫസ്റ്റ് സർവീസിന് ആൾ വരും. 7-6:30 ആകുമ്പോഴത്തേനും ഞാനവിടെ നിൽക്കണം. പിന്നെ പവർ വിഷൻ 1,00,000 പേരെങ്കിലും ഒരു വീട്ടിലെ സഭയും കാണും. ഏകദേശം കണക്കൊക്കെ അതൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2ാം സെക്ഷൻ, അത് കഴിഞ്ഞ് വൈകിട്ട് കോട്ടയത്ത്. ഇങ്ങനെ ഓടുമ്പോൾ ഒന്നെനിക്കറിയാം, ഞാനൊരു ഞായറാഴ്ച എന്നെ ആരെങ്കിലും വിളിക്കണമെന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ അതിനെ വിശാലമാക്കുന്ന ഒരു ദൈവത്തെ അറിയാം. അതിരിട്ട് കാക്കുകയും ചെയ്യും, അതിരിനെ വിശാലമാക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ അതിരുകളും വിശാലമാക്കി ഇതുവരെ കൊണ്ടെത്തിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഒന്നേ പറയാനുള്ളൂ, അതിരിട്ട് കാത്ത ദൈവത്തിൻ്റെ കൃപ. 2, അതിരുകളെ വിശാലമാക്കിയ ദൈവത്തിൻ്റെ കൃപ. കൈ ഉയർത്തി പ്രാർത്ഥിച്ച്. അതിരുകളെയൊക്കെ വിശാലമാക്കിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ കുറവുകളെല്ലാം ഒത്തിരി ഉണ്ടായിട്ടും അതൊന്നും കണക്കിടാതെ അതിരുകളെയൊക്കെ വിശാലമാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടം വരെ കൊന്നെത്തുമ്പോൾ കഴിവോ മിടുക്കുമൊന്നും അല്ലല്ലോ. അതിനെക്കാട്ടിലൊക്കെ മാർക്കുള്ളവരവിടെ ഇരിപ്പില്ലേ? അതിനെക്കാട്ടിലും മിടുക്കരവിടെ ഇരിപ്പില്ലേ? അന്ന് ക്ലാസ്സിൽ നമ്മളെക്കാട്ടിലും സ്മാർട്ടായിട്ടിരുന്നവരൊക്കെ അവിടെ ഇരിപ്പില്ലേ? എന്നിട്ടും ദൈവം തമ്പുരാൻ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? അതിരിട്ടില്ലേ? അതിര് വിശാലമാക്കിയില്ലേ? നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ. ഒറ്റ കാര്യമേ പാടുള്ളൂ, മറക്കരുത്. വചനം കൂടെ പറയുന്നു, മറക്കരുത്. മരുഭൂമി നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിന്നത്തേത് നന്മ ചെയ്ത് നീ കുഴിക്കാത്ത കിണറും നീ വെക്കാത്ത വീട്ടിലും ഒക്കെ താമസിക്കുമ്പോൾ നിന്നെ നടത്തിയ ദൈവത്തെ മറക്കരുത്. അതിര് വിശാലമാക്കി കർത്താവേ നന്ദി പറഞ്ഞേ. ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്. അതിര് വെച്ചില്ലേ? അതിരിട്ട് സൂക്ഷിച്ചില്ലേ? അതിരിനെ വിശാലമാക്കിയില്ലേ? 1000 അനുഭവങ്ങൾ സമുദ്രത്തിന് അതിരിട്ട ദൈവം. മൂന്ന്, അതിരിടുക മാത്രമാണോ ചെയ്തത്? അതിര് വിശാലമാക്കി. നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന് എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. എല്ലാവരും പറഞ്ഞ്, ദൈവത്തിന് എന്ത് വെക്കരുത്?
അടുത്തിരിക്കുന്ന ആടെ കാരം പിടിച്ച് പറഞ്ഞ് തമ്പുരാൻ അതിര് വെക്കരുത്, ഇത് വെക്ക മതി, ഈ പിണങ്ങരുതേ. എനിക്ക് ഇവിടുത്തെ ജോലി കോണ്ടസ്റ്റ് കുറച്ചൊക്കെ മനസ്സിലാവും, പക്ഷെ ഞാൻ എൻ്റെ നാടിൻ്റെ കോണ്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പറയും,